16 സിനിമയും അയ്യോ അങ്ങനെ ചോദിക്കരുത്. കൂടി കൂടി വന്നാല് ഒരു 50,000 രൂപ. 16 സിനിമയിൽ നിന്ന് ഒരു സത്യമായിട്ടും 50,000 രൂപ കിട്ടിയിട്ടുള്ളത്. ആ ഈ ആദ്യത്തെ സിനിമയിൽ ആ കുരങ്ങളൊന്നും തന്നില്ല കേട്ടോ, ഒന്നും തന്നിട്ടില്ല. ഏതാണ്ട് ചെറിയൊരു എമൗണ്ട്. അത് 30 ദിവസം വർക്ക് ചെയ്തു. 30 ദിവസം വർക്ക് ചെയ്ത് വന്നിട്ട് അതിന്റെ സീനുകളൊന്നും ഇല്ലായിരുന്നു താനും. കുറച്ചൊന്നും ഇല്ലായിരുന്നു. ഓക്കെ. നമ്മൾ എത്രയും ദിവസം നിർത്തിയിട്ട് അതൊക്കെ ദൈവം ചോദിച്ചോളാം. ദൈവം ചോദിച്ചല്ലോ, ഓൾറെഡി പുള്ളിയോട് ചോദിച്ചു, കണക്ക് ചോദിച്ചു. ഇപ്പൊ എന്റെ ഒരു സംശയമാണ്, ഇപ്പോ അവസരങ്ങൾ കിട്ടിയിരുന്നെങ്കിൽ, അതായത് ഈ പ്രശ്നങ്ങൾക്കെല്ലാം ശേഷം അവസരങ്ങൾ കിട്ടിയിരുന്നെങ്കിൽ, അമ്മയില് മെമ്പർഷിപ്പ് കിട്ടിയിരുന്നെങ്കിൽ പരാതി കൊടുക്കുമായിരുന്നു. കാരണം പരാതി കൊടുക്കാതിരിക്കാൻ ആ ഒരു മടിച്ചതിന്റെ ഒരു റീസൺ ഇതാണെന്ന് പറയുന്നുണ്ട്. കിട്ടണം, അവസരങ്ങൾ കിട്ടുമായിരിക്കും, അല്ലെങ്കിൽ അമ്മയിൽ മെമ്പർഷിപ്പ് കിട്ടുമായിരിക്കും, കൊടുക്കുമായിരുന്നു. അമ്മയിലെ മെമ്പർഷിപ്പ് ആയിരുന്നാലും മുഖ്യമന്ത്രി ഇങ്ങനെ ചോദിച്ചപ്പോ ഞാൻ പറയായിരുന്നു ഇത് കിട്ടിയായിരുന്നെങ്കിലും പറയുമായിരുന്നു. ഉറപ്പായിട്ടും പറയും. കാരണം ഇതെന്റെ നെഞ്ചി കിടന്ന് വിങ്ങി വിങ്ങി വിങ്ങിയിരിക്കുന്ന സംഭവമാണ്. നമുക്കിത് ആരോട് ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല. അന്നേരം ആണ്ടേ നമ്മുടെ മുഖ്യമന്ത്രി ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയാം, അമ്പ ഇത് പറഞ്ഞിട്ട് ബാക്കി കാര്യമുള്ളൂ. ഇത് വൈരാഗ്യമൊന്നുമല്ല, ഈ ഇങ്ങനത്തെ ഒരു വൃത്തികെട്ട സംഭവം നമ്മുടെ കൊച്ചു കേരളത്തിൽ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ പിള്ളേരെ, നല്ല എഡ്യൂക്കേറ്റഡ് പിള്ളേരൊക്കെ ഇന്ത്യയിലോട്ട് പോയിട്ട് ചുമ്മാ കുറെ പേരൊക്കെ പോയിട്ട് ഓഡീഷന് പോയിട്ട് എല്ലാവരും ഓടുക. എന്താ സംഭവം? ഇത് എല്ലാവരും പേടിച്ചോടെ, എല്ലാവർക്കും അറിയാം, ആരും മിണ്ടാണ്ടിരിക്കുക, എല്ലാ പെൺകുട്ടികളും. പക്ഷേ കുറച്ച് പേര് ഇന്റർവ്യൂ ചെയ്തതിനകത്ത് അവർ പറയുന്നത് അവർക്കൊന്നും ഇങ്ങനെ ഇത്തരത്തിൽ അനുഭവങ്ങൾ ഉണ്ടായിട്ടില്ല എന്നാണ് പറയുന്നത്. ഇങ്ങനൊന്നും അവരോട് ആരും പെരുമാറിയിട്ടില്ല. അവരും ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടൊക്കെ ഉള്ളൂ, അല്ലാതെ ആരും ഇങ്ങനെ പെരുമാറുന്നതായിട്ട്, അവരോട് ഇത്രയും സിനിമകൾക്കിടയിൽ അവരാരും പെരുമാറിയിട്ടില്ല എന്നാണ് പറയുന്നത്. സിനിമയിൽ അഭിനയിച്ചവരാണോ? അഭിനയിച്ചവര് ഇപ്പൊ പ്രൊമനന്റ് ആയിട്ട് നിൽക്കുന്ന നടിമാര് തന്നെയാണ്. അവരുടെ അങ്ങനെ ഇതുവരെ ഉണ്ടായിട്ടില്ല. വർഷങ്ങളായിട്ട് അഭിനയിക്കുന്നവരാണ്, ആർട്ടിസ്റ്റുകളാണ്, സ്റ്റേജ് ഷോസ് ചെയ്യുന്നുണ്ട്, അങ്ങനെ പലരും ഉണ്ട്. ഞാൻ അവരോട് ചോദിച്ചിട്ടുണ്ട് ഈ ചോദ്യം. അപ്പൊ അവര് പറയുന്നത് അവർക്ക് അങ്ങനെ മോശം അനുഭവങ്ങളൊന്നും ആരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല എന്നാണ്. അതിപ്പോ അവര് പിടിച്ചു നിൽക്കാൻ വേണ്ടി പറയുന്നതാ, പിന്നല്ലേ. അതവർക്ക് ഇനി സിനിമ ഒക്കെ കിട്ടാൻ പറയുന്നത് കള്ളമാണെന്നാണ്. കള്ളമാണ്. ഒറ്റ നടി മലയാളം ഫീൽഡില് വഴങ്ങാത്തവർ ഇല്ല എന്ന് ഞാൻ കൈ അടിച്ചു പറയും. അതായത് ഇന്ന് ഉള്ള മലയാള സിനിമയിലെ നടിമാരിൽ ഒരാളും വഴങ്ങാത്തവര് ആരും ഇല്ല. അങ്ങനെ ഇല്ലാതെ ആരും ഒരു ചാൻസ് ആർക്കും കൊടുക്കത്തില്ല, ഞാൻ പറയുന്നു. ഈ പുതിയതായിട്ട് വരുന്ന ഇപ്പൊ പുതിയത് എനിക്ക് അറിയത്തില്ല. ഇപ്പൊ ഈ ഞാനിപ്പോ തുറന്നു പറഞ്ഞതിന് ശേഷം കുറെ പേര് ഇപ്പൊ ഒത്തിരി മാറ്റം ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞു. ശേഷം പലർക്കും ചോദിക്കാനൊക്കെ പേടിയാണ്. അങ്ങനെ ഒരു സംഭവം ഒന്നും ഇല്ലാന്ന് എനിക്കാണ് കേട്ടേക്കുന്നത്. പക്ഷെ ഇതിന് മുമ്പുള്ളതൊക്കെ എല്ലാവർക്കും ഇതില്ലാണ്ടൊന്നും ഓക്കെ. അപ്പൊ ഈ സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ ഈ പ്രശ്നത്തെ ബേസ് ചെയ്തിട്ട് ഒരുപാട് ആളുകൾ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ചേച്ചി ഒരു വൈരാഗ്യ ബുദ്ധി വെച്ചിട്ട്, അല്ലെങ്കിൽ ഉദ്ദേശിച്ച കാര്യം നടക്കാത്തത് കൊണ്ട് അവസരം കിട്ടാഞ്ഞിട്ടും മനഃപൂർവ്വം കേസ് കൊടുക്കുന്നതാണെന്നൊക്കെ ഉള്ള രീതിയിൽ പറയുന്നുണ്ട്. അങ്ങനെ എന്തെങ്കിലും അവർ വൈരാഗ്യം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അന്നേ ചെയ്യുമായിരുന്നു. അതാണ് മനസ്സിലാക്കേണ്ടത്, അന്നേ ചെയ്യുമായിരുന്നു. ഇപ്പൊ അവര് പറയുന്നത് അവസരം കിട്ടിയില്ല, ഉദ്ദേശിച്ച കാര്യം നടന്നില്ല, അവസരം കിട്ടിയില്ല, അതുകൊണ്ട് ആ ഒരു വൈരാഗ്യത്തിന്റെയും ദേഷ്യത്തിന്റെയും അമർഷത്തിന്റെയും പേരിലാണ് ഇപ്പോ ഇങ്ങനെ ചെയ്യുന്നത്. അതെ അതെ. അല്ലല്ലോ, അങ്ങനെയാണെങ്കിൽ മുഖ്യമന്ത്രി ചോദിച്ചുകൊണ്ടാണ്. ഇല്ലെങ്കിൽ ഞാൻ പറയുമോ? ഇല്ല, നമ്മൾക്ക് അവരോടൊന്നും ചോദിക്കേണ്ട ആവശ്യമേ ഇല്ല. മുഖ്യമന്ത്രി ഇങ്ങനെ ഉണ്ടെങ്കിൽ ഇപ്പൊ ഇങ്ങനെ കാര്യങ്ങളെല്ലാം നടന്നിട്ടുണ്ട്. കാരണം ഞാനിപ്പോ സിനിമയിൽ അഭിനയിക്കുന്നുമില്ല, അത് ഓർത്തോണം. അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ആളാണെങ്കിൽ എനിക്ക് ചാൻസ് കിട്ടില്ല, എനിക്ക് താല്പര്യമില്ലല്ലോ അഭിനയിക്കാൻ. ഞാൻ 2015 തൊട്ട് സിനിമയിൽ അഭിനയിക്കുന്നില്ല. തമിഴ് സിനിമയിൽ വിളിക്കുന്നുണ്ട്, ഇവിടെ മലയാളത്തിലും വിളിച്ചു. എനിക്ക് താല്പര്യമില്ലാണ്ടാണ് ഞാൻ വിളിക്കുന്നത്. അപ്പൊ എനിക്കറിയാലോ സിനിമ ഫീൽഡ് എന്താണെന്ന്. അപ്പൊ അതുകൊണ്ട് താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ അവിടെ വെറുതെ ഇരിക്കുക വീട്ടില്. പിന്നെ ഇങ്ങനെ ഒരു കാര്യം വന്നപ്പോ സത്യത്തില് ഏതോ ഒരു പെൺകൊച്ച് സിദ്ദിഖ് പീഡിപ്പിച്ചൊരു കൊച്ചില്ലേ, ആ കൊച്ചു കിടന്നങ്ങ് കരയുന്നു, നീടിയോ കിടന്ന് കരയുവാണേ. സത്യത്തിൽ ഞാനൊന്നും മൈൻഡില്ലാണ്ടിരുന്ന ആളാ. ഉടനെ എല്ലാരും കൂടെ പറയാം, എടീ നീ വലിയ പതിവ്രതയൊന്നും അല്ല, നീ വേണമെങ്കിൽ അങ്ങോട്ട് കയറി പീഡിപ്പിച്ചേ, ഇങ്ങനെയൊക്കെ കിടന്ന് ആണുങ്ങൾ എല്ലാരും കിടന്ന് കല്ലെറിയുന്നു. അതായത് അതാ പ്രൊവോക്ക് ചെയ്ത്. ഞാൻ പറഞ്ഞു, അയ്യോ ഇതെന്താ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ, ഇത് ശരിയല്ലല്ലോ, ഇത് സംഗതി സത്യമാണല്ലോ, പിന്നെ ഇവരെന്താ ഇങ്ങനെ. അപ്പൊ എനിക്ക് തോന്നി ഇത് പറയണം. എനിക്ക് ആ കുട്ടിക്ക് ഞാൻ ആ കുട്ടിയെ ചേർത്ത് പിടിക്കുക ഞാൻ ചെയ്തത്. അവൾക്കൊരു കൈ കൊടുത്തു, ഞാനും മീറ്റു എന്നുള്ള രീതിയിൽ ഇറങ്ങിയെന്നുള്ളൂ. അപ്പൊ അതുവരെ ഇങ്ങനെ ഒരു കംപ്ലൈന്റ് കൊടുക്കണം, പരാതി കൊടുക്കണം, പെറ്റീഷൻ കൊടുക്കണം ആലോചിച്ചിട്ടേ ഇല്ല. ഞാനിതൊന്നും അറിഞ്ഞു പോലും ഇല്ല. എനിക്കൊന്നാ, ഞാൻ മക്കൾക്കൊക്കെ പോയേക്കുമായിരുന്നു. എന്നിട്ട് വന്നിട്ട് ഇങ്ങനെ റെസ്റ്റ് എടുത്തിട്ടൊക്കെ ഇരിക്കുമ്പോ വെറുതെ ഇങ്ങനെ ഫേസ്ബുക്കിൽ നോക്കുമ്പോഴത്തേക്ക് ഈ കൊച്ചു കിടന്ന് ഇങ്ങനെ കരയുന്നു. ഉടനെ കൊച്ചിനെ ആരാണ്ടൊക്കെ പറഞ്ഞ് കളിയാക്കുന്നു.
ഞാൻ പറഞ്ഞു അയ്യോ ഇത് ഇങ്ങനത്തെ സത്യമല്ല ശരിക്കും നടക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് കുറച്ച് നല്ല ദേഷ്യമൊക്കെ വന്നിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് മുഖ്യമന്ത്രിയുടെ അത്. ഓക്കെ. അപ്പോൾ ഞാൻ പെട്ടെന്ന് പറഞ്ഞു നമുക്ക് ഞാൻ ഇന്നൊരു കാര്യം പറയാം. ഈ MLA ആയിരുന്ന ഇദ്ദേഹമേ എനിക്ക് വൈരാഗ്യം ഉണ്ടായിരുന്നെങ്കിൽ ഈ MLA ആയിരുന്നപ്പോ എനിക്ക് അദ്ദേഹത്തെ വൈരാഗ്യം തീർക്കായിരുന്നു. 1. 2 അദ്ദേഹം കല്യാണം കഴിച്ചപ്പം ആരാണ്ട് കല്യാണം കഴിച്ചിട്ടിരുന്ന അപ്പൊ വേണമെങ്കിൽ എനിക്ക് വൈരാഗ്യം തീർക്കായിരുന്നു. ഇവിടെ ഒന്നും നമ്മളൊന്നും അനങ്ങാൻ പോയിട്ടില്ലല്ലോ, ഒന്നിനും പോയിട്ടില്ല. അപ്പം നമുക്കങ്ങനെ വൈരാഗ്യം എന്ന് പറയുന്ന സംഭവം ആരോടും ഇല്ലായിരുന്നു. പക്ഷെ ഉള്ളിൻ്റെ ഉള്ളില് ഈ വിഷമം കിടപ്പണേ. പണ്ട് എന്നെ ഉപദ്രവിച്ചിന്റെ ആ ഒരു വിഷമം ഉള്ളിൻ്റെ ഉള്ളിൽ കിടപ്പുണ്ടായിരുന്നു. വിഷമം തീർന്നു. പിന്നെ ഞാൻ ഒരു ഇന്റർവ്യൂവിൽ കണ്ടു ഭയങ്കരമായിട്ട് പ്രതികരിക്കുന്ന ഒരാളാണ്. അതായത് മോശം അനുഭവം ഉണ്ടായ സ്പോട്ടിൽ പ്രതികരിക്കുകയും ബസ്സിൽ വെച്ച് ചവിട്ടുന്നതും ഞാനിങ്ങനെ കണ്ടു. അപ്പോ എനിക്ക് സ്വാഭാവികമായിട്ട് ഒരു സംശയം തോന്നി, ഇത്രയും പ്രതികരണ ശേഷിയുള്ള ഒരാള് എന്തുകൊണ്ടാണ് ഇങ്ങനെ മോശം സിറ്റുവേഷനിൽ സ്പോട്ടിൽ റിയാക്ട് ചെയ്യാതിരുന്നുള്ളത്? അതിലും മോശം സിറ്റുവേഷൻ ആയിരുന്നു ഇത്. അപ്പൊ എന്താ മൈൻഡ് ചെയ്യാതിരുന്നെന്ന് ഞാൻ ആലോചിച്ചു. എന്താണ് അപ്പൊ എന്ത് പറ്റി? നമ്മളിപ്പോ ഇവരോടൊക്കെ നമ്മൾ റിയാക്ട് ചെയ്ത് അവരെ ഒഴിവാക്കിയല്ലോ. അതല്ല, അപ്പൊ ബസ്സിൽ അങ്ങനെ ഒരു ഇൻസിഡന്റ് പറയുന്നുണ്ട്. പിന്നെ വെളിയിൽ ബസ് കയറാൻ നിൽക്കുന്ന സമയത്ത് എന്തോ ഒരു ഇൻസിഡന്റ് പറയുന്നുണ്ട്. അപ്പോഴെല്ലാം റിയാക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ തന്നെ റിയാക്ട് ചെയ്ത് മാറുന്നുണ്ട്. അപ്പൊ ഞാൻ ആലോചിച്ചു, ഇത്രയും സ്പോണ്ടേനിയസ് ആയിട്ട് റിയാക്ട് ചെയ്യുന്ന ഒരാള് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നപ്പോ എന്തുകൊണ്ട് റിയാക്ട് ചെയ്തില്ല? അതിലും വേഴ്സ് ആയിട്ടുള്ള ഒരു കേസാണിത്. അപ്പൊ ഉറപ്പായും ഇങ്ങനെ ഒരാൾ എന്തായാലും അവിടെ അതിന്റെ ഇരട്ടി റിയാക്ട് ചെയ്യേണ്ടതാണ്. എന്തുകൊണ്ട് അത് ചെയ്തില്ല? ആദ്യത്തെ സിനിമയാണേ. ഒന്നാമതായിട്ട് ഞാൻ ഒരു നാഷണൽ അത്ലറ്റാണ്. അന്നേരം ഈ സിനിമ അഭിനയിക്കാൻ തുടങ്ങി ആരാണ്ട് എൻ്റെ ഇത് വെളിയിലിട്ട് ന്യൂസ് ഇട്ടു, കായിക താരം സിനിമ താരാകുന്നുണ്ട്. അങ്ങനെ എല്ലാവരും അറിഞ്ഞു, ഫ്ലാറ്റിലുള്ളവരെല്ലാവരും അറിഞ്ഞു. ഞാൻ പെട്ട്. പക്ഷെ അല്ലെങ്കിൽ നമുക്ക് എങ്ങനെയെങ്കിലും ഊരി പോരായിരുന്നു. ഇതിപ്പോ എല്ലാവരും അറിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഞാൻ സിനിമയിൽ പോയി. അവിടെ സിനിമയിൽ പോയല്ലോ. അപ്പോഴത്തേക്കും എല്ലാവരും എൻ്റെ വീട്ടുകാരറിഞ്ഞു, ഫ്ലാറ്റിലുള്ളവരറിഞ്ഞു, എല്ലാവരും. പെട്ടെന്ന് പോരാൻ പറ്റാത്തൊരവസ്ഥ. എന്നാൽ ഇത് അറിഞ്ഞപ്പം ആദ്യം ഞാൻ ഇഷ്ടപ്പെടാണ്ട് ഞാൻ തിരിച്ചു പോവുകയാണെന്ന് പറഞ്ഞ് പോയപ്പം അദ്ദേഹം വന്നു പറഞ്ഞു, ഇടയ്ക്ക് ഓൾറെഡി നിങ്ങൾ ചീഫ് സെക്രട്ടറി റോളാണ്, നിങ്ങളെ വെച്ചപ്പം കുറെ ആൾക്കാരെ വെച്ചാണ് സെക്രട്ടേറിയറ്റിൽ ഷൂട്ട് ചെയ്തത്. ഇനി തിരിച്ച് റീഷൂട്ട് ചെയ്യുകയാണെങ്കിൽ നല്ല എക്സ്പെൻസ് ആവും. അതെല്ലാം ഞാൻ കൊടുക്കേണ്ടി വരും പോയാൽ. അതുകൊണ്ട് ഇത് തീർത്തിട്ടേ പോകാവുള്ളൂ എന്നൊക്കെ. അതുകൊണ്ടാണ് തുടർന്നത്. അന്നേരം പേടിച്ചവിടെ നിന്നു. ഇതിന് ഒന്നാമത് പൈസ ഇല്ല, ഞാൻ കൂടി നീ കോമ്പൻസേഷൻ കൊടുക്കണം എന്ന് വെച്ചപ്പോ നമുക്ക് അന്നൊന്നും ശരിക്കും അറിയില്ലല്ലോ. അപ്പൊ അന്നത് കൊടുക്കേണ്ടി വരുമല്ലോ എന്നോർത്ത് പിന്നെ അവിടെ നിന്നു. അപ്പൊ എന്നെ സാറും എന്നോട് കൂടെ, അമ്മ കൂടെ വന്നായിരുന്നു. അമ്മയൊന്നും ഇതൊന്നും അറിയിച്ചിട്ടില്ല? അല്ല അമ്മ അപ്പൊ തന്നെ എന്നെ വിളിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ അറിഞ്ഞ അവരേലുണ്ടല്ലോ, ഞാൻ മരിച്ചാലും ചെയ്യും അവന്റെ ചെപ്പ ഞാൻ വെച്ചു കൊടുത്തായിരുന്നു. അതെ സത്യം. അതുകൊണ്ട് പറഞ്ഞില്ല. ഞാൻ അറിയുന്നതോ ഇത് നിങ്ങളും ഒക്കെ അറിഞ്ഞ പോലെ ഈ വാർത്ത ചാനലിലാണ് അമ്മ അറിഞ്ഞത്. അറിയാമോ? അത്ര അതുകൊണ്ടാണ് നിങ്ങൾ ഇപ്പൊ ഇത് ചോദിക്കുന്നതിന് എനിക്ക് ഒരു പരാതി വന്നത്. അമ്മ ഇരിക്കുമ്പോഴാണ് ഈ പുള്ളി എന്നെ വിളിക്കുന്നത് അമ്മയുടെ മുമ്പിൽ വെച്ച്. 9:30 ആയപ്പോ ഇങ്ങോട്ട് വാ. എന്നിട്ട് അപ്പൊ ഞാൻ അവിടെ ചെന്നു. അപ്പൊ അങ്ങനെ സംഭവം ഉണ്ടായല്ലോ. എന്നിട്ട് ഇപ്പൊ പറയാണ് അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല. നമ്മളെ അറിയത്ത് പോലും ഇല്ലെന്ന് പറഞ്ഞപ്പോ ഞാൻ മറുപടി പറഞ്ഞു, അറിയത്തില്ലെന്ന് പറഞ്ഞു. അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ചെന്നപ്പോ തന്നെ ഇന്നാരോ ബർത്ത്ഡേ ആയിരുന്നു. അപ്പൊ മോളെ എന്നെ കൂടെ വിളിച്ചോണ്ട് പോയി, അമ്മ പരിചയപ്പെടുത്തും അമ്മ ഭാഗം പറഞ്ഞോണ്ട് ഇന്നാരോ മുറി കൊണ്ടുപോയി അവിടെ കേക്ക് മുറിക്കുകയും അമ്മക്ക് ഒരേക്ഷം തരുമൊക്കെ ചെയ്ത് പരിചയപ്പെട്ടു. മെനുവിന്റെ അമ്മയില്ലെന്നൊക്കെ ചോദിച്ചാൽ പരിചയപ്പെട്ടിട്ട് എന്നാ ദൂരെ നിന്ന് യാത്ര ചെയ്ത് വന്നല്ല, നിങ്ങൾ പോയി വിശ്രമിച്ചോന്നും പറഞ്ഞു പുള്ളി പറഞ്ഞു വിട്ടേച്ചിട്ട് പറയുക അറിയത്തില്ല, കണ്ടിട്ട് പോലില്ല. അത് കേട്ടപ്പോഴുണ്ടോ ഈ കളനെ എനിക്ക് മനസ്സിലായി. ഇത്രയ്ക്കും ഒരു മേനോൻ പോലെ നാണം. ഞാൻ അറിഞ്ഞില്ല, ഇവിടെ എന്നോട് പറഞ്ഞില്ലെന്നേ. അതിനകത്തുള്ള പെണ്ണുങ്ങളെ ഞാൻ തല്ലിക്കൊന്നായിരുന്നേ. സത്യമായിട്ട് ഞാൻ ജയിലോട്ട് പോയാലും കുഴപ്പമില്ലായിരുന്നു. ഞാൻ അറിഞ്ഞില്ല മക്കളെ, ഞാൻ അറിഞ്ഞില്ല. എന്ത് മാത്രം നാണക്കേടാ വരുന്നറിയോ. ഞാൻ മക്കളൊന്നല്ല പറയുന്നത്. ഇപ്പൊ നിങ്ങൾ ഇതിനെ പറ്റി ചോദിക്കുമ്പോഴും ഇനിയും ദൈവമേ നാണം കേടണമെന്നില്ല. മതിയമ്മേ, അത്ര വിഷമിച്ചിട്ട് ഞാൻ പറഞ്ഞു. പിന്നെ അടുത്ത പ്രശ്നം എന്താണ്? ഈ സ്പോർട്സിലായിരുന്നു, നാഷണൽ ലെവൽ അത്ലറ്റ് ആയിരുന്നു. അതിനുശേഷം സിനിമയിലേക്ക് വന്നു. അപ്പോൾ ഞാൻ സ്പോർട്സിൽ തന്നെ കണ്ടിന്യൂ ചെയ്തിരുന്നെങ്കിൽ ഉറപ്പായും റെയിൽവേസിലോ അല്ലെങ്കിൽ പോലീസ് ഫോഴ്സിലോ നല്ലൊരു ജോലി ഉറപ്പായിരുന്നു. അപ്പോൾ അത് വിട്ടിട്ടാണ് ഇതിലേക്കൊക്കെ വന്നത്. ഞാൻ നേരെ ഗൾഫിലോട്ട് പോയി.
എന്താണ് അങ്ങനെ ഒരു മാറ്റം? കാരണം നല്ലൊരു ലെവലിൽ നാഷണൽ ലെവൽ അത്ലറ്റ് എന്ന് പറയുമ്പോൾ ഒരിക്കലും ചെറിയൊരു കാര്യമല്ല. അപ്പൊ ജോലി എന്നെ ഉറപ്പാണ്. പോലീസിൽ വിളിച്ചായിരുന്നേ. ആ. അന്ന് ക്വാർട്ടേഴ്സും കിട്ടും 6000 രൂപ. റെയിൽവേയിലും വിളിച്ചു. അമ്മ DC സെക്രട്ടറി ആയിരുന്നു കോൺഗ്രസിന്റെ. അപ്പം എനിക്ക് റെയിൽവേയിലും ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ നോക്കിയപ്പോ ഉണ്ടല്ലോ ഈ 6000 രൂപ അന്ന് അത്രയൊക്കെ ശമ്പളം. അപ്പൊ ഞാൻ ഗൾഫിൽ നോക്കിയപ്പോ 35,000 രൂപ. ഇപ്പൊ ഏതാ നല്ലേ? ഓക്കെ. ഗൾഫിൽ പോകുന്ന ഇവിടെ നിന്ന് നമ്മൾ ഇന്ന് ഞാൻ ഈ ക്വാർട്ടേഴ്സിൽ ഇങ്ങനെ ഇരിക്കും, കോൺസ്റ്റബിൾ ആയിട്ട് റോട്ടിൽ നിന്ന് വിസിലൊക്കെ അടിച്ച് അല്ലേ. പിന്നെ പ്രൊമോഷൻ കിട്ടുമായിരിക്കാം. എന്നാലും ഞാൻ അതല്ല നമുക്ക് ലൈഫിൽ അതുകൊണ്ട് നേരത്തെ സെറ്റിലായി ലൈഫിന് വേണ്ടിയിട്ട് കയറി പോയതാണ്. അങ്ങനെ ഞാൻ സത്യത്തിൽ ഞാൻ ലൈഫിൽ സെറ്റിൽ ആയതിനു ശേഷമാണ് ഞാൻ സിനിമയിൽ വരുന്നത്. 2 പ്രോപ്പർട്ടി ഞാൻ വാങ്ങിച്ചു. ഞാൻ ചെന്നൈയിലും കേരളത്തിലും വാങ്ങിച്ചു. എന്നിട്ടാണ് ഞാൻ സിനിമയിൽ വരുന്നത്. പക്ഷെ ലിക്വിഡ് ക്യാഷ് ഇല്ലാണ്ടായി പോയി. എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് കയ്യിൽ കാശില്ല. അങ്ങനെ നടൻ ജയസൂര്യ, ബാലചന്ദ്ര മേനോൻ, മുകേഷ് തുടങ്ങിയവർക്കെതിരെ ഗുരുതര ആരോപണങ്ങൾ നടത്തി ഒരു സമയത്ത് വിവാദത്തിൽ കുടുങ്ങിയ നടിയാണ് മിനു മുനീർ. അവസരം കിട്ടാത്തതിന്റെ വാശിക്ക് പറഞ്ഞതല്ലെന്നും തനിക്കുണ്ടായ അനുഭവങ്ങളാണെന്നും താരം വെളിപ്പെടുത്തിയിരുന്നു. അമ്മയിൽ മെമ്പർഷിപ്പ് ഉണ്ടായിരുന്നുവെങ്കിലും തനിക്കുണ്ടായ ദുരനുഭവങ്ങൾ താൻ തുറന്നു പറയുമായിരുന്നു. എന്റെ നെഞ്ചിൽ ഏറെ കാലമായിരുന്നു വിങ്ങുന്ന ഒന്നാണ് എന്നും താരം പറയുന്നു. ഇപ്പോഴത്തെ അമ്മ അസോസിയേഷൻ പൊളിച്ചു കളയണമെന്നും പുതിയൊരു അസോസിയേഷൻ തുടങ്ങണമെന്നുമാണ് മിനു പറയുന്നത്. തന്നെ പല സിനിമകളിൽ നിന്നും ഈ നായകന്മാർ, അതായത് തന്നെ ഉപദ്രവിക്കാൻ ശ്രമിച്ചവരൊക്കെ ചേർന്ന് പുറത്താക്കിയിട്ടുണ്ടെന്നും 4-5 ദിവസം അഭിനയിപ്പിച്ചിട്ട് പിന്നീട് പൈസ തരാതെ തന്നെ പറ്റിച്ചിട്ടുണ്ടെന്നും മിനു പറയുന്നുണ്ട്. തനിക്കൊരു ചില്ലിക്കാശ് പോലും തന്നിട്ടില്ല. പിന്നെയും എന്തിനാണ് അഭിനയിച്ചത്? 16 സിനിമകളിൽ അഭിനയിച്ചത് എന്തിനാണ് എന്ന ചോദ്യത്തിന് തനിക്ക് ആ സമയത്ത് 1-2 പേരിൽ നിന്നാണ് ബുദ്ധിമുട്ട് വന്നത്. പിന്നീട് തന്റെ ജോലി നഷ്ടമായി. അപ്പോൾ സിനിമയിൽ അഭിനയിക്കേണ്ടി വന്നെന്നും താരം വ്യക്തമാക്കിയിട്ടുണ്ട്.